ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഞാൻ കിടക്കുന്ന ഈ മുറിയിൽ വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം പാർക്കിൽ, സുഭാഷ് പാർക്കിൽ പോയിട്ട് ഇറങ്ങിയപ്പോൾ അവിടെ പിക്ചറുകൾ വിൽക്കുന്ന മനുഷ്യൻ വിറ്റിരുന്ന പിക്ചറിൻ്റെ കൂട്ടത്തിൽ ഒരു വലിയ ചിത്രം കണ്ടു. അതായത് കർത്താവായ യേശുവിൻ്റെ ഒരു ചിത്രം, അതിനു മുമ്പിൽ കത്തി നിൽക്കുന്ന തിരിയുടെ പടം. അതിലിങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അല്പസമയം നോക്കി നിന്നിട്ട് ഞാനതെടുക്കാൻ പറഞ്ഞു. ഞാൻ കിടക്കുന്ന മുറിയിൽ ഫ്രെയിമൊന്നും ചെയ്തിട്ടുണ്ടായില്ല, ഒട്ടിച്ചിരുന്നു. കാലപ്പഴക്കങ്ങൾ കൊണ്ട് ഒരു 20 വർഷത്തോളം. അവസാനം അതിങ്ങനെ ദ്രവിച്ച് മോശമായത് നഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു വാക്കും ഒരു ചിത്രവുമാണ്. ഇതാ പ്രകാശരൂപനായ പ്രകാശവാഹകനായ യേശു. സങ്കീർത്തനം 34:5 പറയുന്നുണ്ട്, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. നമ്മുടെ ജീവിതത്തിൽ പ്രകാശമുണ്ടോ? പ്രകാശമില്ലെങ്കിൽ അതിൻ്റെ കാരണം ദൈവത്തെ നോക്കേണ്ടതുപോലെ നോക്കാത്തത് കൊണ്ടല്ലേ. ഇതാ ദൈവവുമായി സംസാരിച്ച മോശയുടെ മുഖം തേജോമയമായി. മലമുകളിൽ നിന്ന് ഇറങ്ങി വന്ന മോശയുടെ മുഖത്ത് നോക്കാൻ ആളുകൾക്ക് ശക്തിയില്ലാഞ്ഞിട്ട് മോശയുടെ മുഖം മറച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ തേജസ്സേറ്റ ആ മോശയ്ക്ക് പകർന്നു കിട്ടിയ ദൈവ തേജസ് ജനത്തോട് മോശ സംസാരിച്ചത്. നോക്കിയേ, ഇത് വേറൊരു കഥയല്ല. ഇതാ ദൈവത്തിൽ, പ്രാർത്ഥനയിലൂടെ ദൈവത്തിൽ, വിശുദ്ധ കുർബാനയിൽ വചനത്തിൽ നോക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ആ വചനത്താൽ അവരുടെ ജീവിതം, അവരുടെ മുഖം പ്രകാശമാനമാകും. യോഹന്നാൻ 8:12 പറയുന്നുണ്ട്, യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. എനിക്ക് നേരിട്ടറിയാവുന്ന, വ്യക്തിപരമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തി, ജോലി, വീട്, ഇങ്ങനെ വർക്കഹോളിക്കായിരുന്നു. വർഷങ്ങളിങ്ങനെ തങ്ങി നീങ്ങിയ അവസ്ഥ. അവസാനം കണ്ണിന് കാഴ്ച മങ്ങി, ഹൃദയത്തിന് ബ്ലോക്ക്, മരുന്ന്, ഓപ്പറേഷനൊക്കെ ചെയ്യുന്നതിനുള്ള ശാരീരിക സ്ഥിതിയും സാമ്പത്തിക അവസ്ഥയുമില്ല. അങ്ങനെ ഞങ്ങളൊരു ധ്യാനം കൂടുവാനായിട്ട് ഇദ്ദേഹത്തെ കൊണ്ടുവന്നു. ആ ധ്യാനത്തിൽ വെച്ച് ദിവ്യകാരുണ്യ ആരാധനയുടെ മധ്യേ, ഇഷ്ടമില്ലാതെയാണ് ഈ കണ്ണില്ലാ പാവിനെ എന്തിനാ പീഡിപ്പിക്കാൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് ഒക്കെ തർക്കിച്ചിരുന്ന ഇഷ്ടമില്ലാത്ത ആള് ആരാധനയുടെ മധ്യേ, ലൈറ്റെല്ലാം ഓഫ് ചെയ്തു, ദിവ്യകാരുണ്യ ആരാധനയുടെ മധ്യേ അയാൾക്ക് കണ്ണിന് പ്രകാശം കിട്ടി, കണ്ണിന് തെളിച്ചം കിട്ടി. വീണ്ടും തിരിച്ചു വന്ന് ടൈലറിങ് ജോലിയായിരുന്നു പണ്ട് ചെയ്തിരുന്നത്, നല്ല രീതിയിൽ ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. എറണാകുളത്തുള്ള ഇദ്ദേഹം ചികിത്സിച്ചിരുന്ന ഡോക്ടറെ അപ്പോയിൻമെൻ്റ് എടുത്ത് പോയി കണ്ട് എല്ലാം ഒന്ന് പരിശോധിക്കണമെന്ന് തോന്നി. കാരണം പണ്ടുണ്ടായിരുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇപ്പോൾ തോന്നുന്നില്ല. ടെസ്റ്റുകൾക്ക് പൈസ ഇല്ല എങ്കിലും ത്യാഗം സഹിച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ ഹാർട്ടിനുണ്ടായിരുന്ന തകരാറൊന്നും അദ്ദേഹത്തിന് കാണുന്നില്ല. അങ്ങനെ കണ്ണിനും ഹൃദയത്തിനും സൗഖ്യം കിട്ടിയ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇരുള് നിറഞ്ഞ ജീവിത വ്യഗ്രതകൾ, ആകുലത, ഉത്കണ്ഠ, ചുറ്റുപാടുകളുടെ സമ്മർദ്ദങ്ങൾ, ഇവയെല്ലാം മൂലം നമ്മളിങ്ങനെ വരിഞ്ഞു മുറുകി നമ്മൾ വെളിച്ചം പോലും ഇരുട്ടായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ, ഇതാ യോഹന്നാൻ 8:12 വചനം ഒന്ന് ശ്രദ്ധിക്കൂ. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. എന്ത് പ്രകാശമാണ്? വെറും പ്രകാശമല്ല, ജീവൻ്റെ പ്രകാശം. അവൻ്റെ നോട്ടത്തിലും അവൻ്റെ നടപ്പിലും അവൻ്റെ മട്ടിലും അവൻ്റെ ജീവിത സാഹചര്യങ്ങളിലും പ്രതികൂലങ്ങളിലുമെല്ലാം യേശുവിലേക്ക് നോക്കുന്ന, ദൈവത്തിലേക്ക് നോക്കുന്ന, അവർ ഫേസ് ചെയ്യുന്ന, അവരിടപെടുന്ന കാര്യങ്ങളിലെല്ലാം ഒരു പ്രസരിപ്പ്, ഒരു ചൈതന്യം. ചിലപ്പോഴെല്ലാം നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നാറുണ്ട്, ചില ആളുകൾ അവർ ഒരു വ്യത്യസ്തരാണ്. അപ്പോൾ അതിൻ്റെ കാര്യം മനസ്സിലാവും, നല്ല പ്രാർത്ഥനയുള്ള വ്യക്തികളാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികളാണ്. ഒരു പ്രസരിപ്പ്, സഹനങ്ങൾ
കഴിവുണ്ടെങ്കിലും അവരെ തകർത്ത് കളയാൻ അതിന് സാധിക്കുന്നില്ല. പ്രതികൂലങ്ങളെ അനുകൂലങ്ങളാക്കി മാറ്റുന്നു, മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നു, അവരെ ശക്തിപ്പെടുത്തുന്നു. ഒരു കഥ വായിച്ചതോർക്കാണ്. ഗ്രാമത്തിലേക്കുള്ള പാത ഇരുള് നിറഞ്ഞതായിരുന്നു. പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നവർ രാത്രിയാകുമ്പോൾ ഗ്രാമത്തിൻ്റെ പടിവാതിൽക്കൽ ഇതാ തിരിക്കച്ചവടം ചെയ്യുന്ന ആളുടെ അടുക്കൽ നിന്ന് തിരി കത്തിച്ചു പിടിച്ച് ഗ്രാമത്തിലേക്ക് പോകും. കാരണം കൂരിരുട്ടാണ്. പക്ഷേ ഏറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ രാത്രിയായാൽ പട്ടണത്തിൽ നിന്ന് യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നവർ തിരിക്കച്ചവടക്കാരൻ്റെ അടുക്കൽ നിന്ന് പതിയെ തിരി വാങ്ങാതെയായി, തീരെ കച്ചവടമില്ലാതെയായി. അപ്പോൾ ഈ തിരിക്കച്ചവടക്കാരനൊരു സംശയം. അവരിൽ ചിലരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളാരും തിരി കത്തിച്ചു പിടിച്ച് വാങ്ങിക്കൊണ്ട് ഗ്രാമത്തിലേക്ക് പോകാത്തത്? അവർ പറഞ്ഞ ഇതാണ്, ഇപ്പോൾ ഇരുട്ടിലൂടെയുള്ള യാത്ര ഞങ്ങൾക്ക് പരിചയമായി എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇരുട്ടിൽ തപ്പിത്തടയുന്ന അവസ്ഥയാണോ, അതോ പ്രകാശത്തെ കൂട്ടുപിടിച്ച് പ്രകാശമായി മാറാൻ, പ്രകാശിതരായി തീരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇതാ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് യോഹന്നാൻ 8:12 പറഞ്ഞ യേശുനാഥൻ മത്തായി 5:14 പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വെക്കുക സാധ്യമല്ല. വീട് മാറിയത് കൊണ്ടോ, സ്ഥലം വേറെ മേടിച്ചത് കൊണ്ടോ, വേറെ വീട് പണിതത് കൊണ്ടോ, വീടിന് മുകളിൽ വീട് പണിതത് കൊണ്ടോ, പെയിൻറ് മാറ്റി അടിച്ചത് കൊണ്ടോ ഒന്നും പ്രകാശം ലഭിക്കത്തില്ല. സുഹൃതം നിറഞ്ഞ ഒരു ജീവിതം, നന്മ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ സാധിക്കണം. ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഒരമ്മ എൻ്റെ അടുക്കൽ ഇടിച്ചു നിലവിളിച്ച് കരഞ്ഞ് പറയാനായിട്ട്, പങ്കുവെക്കാനും പ്രാർത്ഥിക്കാനും വന്ന കാര്യം മറ്റു മക്കളറിയാതെ അമ്മയെ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി. ആധാർ കാർഡ് എടുത്തോളാൻ പറഞ്ഞു. അവരിൽ ഒരു മകൻ, കൂട്ടത്തിൽ ക്രൂക്കഡായിട്ടുള്ള കണ്ണിങ് ആയിട്ടുള്ള മകൻ, അമ്മയെ കൊണ്ടുപോയപ്പോൾ ഇതിനാണെന്ന്, ചതിയാണെന്ന് വിശ്വസിച്ചില്ല. മാനസാന്തരം ഉണ്ടായി കാണും. അമ്മേനെ യാത്ര കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി. ഇനി അവനെ എതിർത്താൽ വല്ല കൊന്നു കളയോ അല്ലെങ്കിൽ പിന്നീട് വല്ല ഉപദ്രവം ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ട് ദൈവത്തിൻ്റെ നാമത്തിൽ ഒപ്പിട്ട് കൊടുത്തു. പക്ഷേ കാലാന്തരത്തിൽ കാലം മായ്ക്കാത്ത മുറിവുകളില്ല. ആ അമ്മ എന്നോട് ചോദിച്ച ഇതാണ്, മകനെ, ആ സ്ഥലത്തിൻ്റെ വല്ല കുഴപ്പമാണോ ഇന്ന് അവൻ വിട്ടുമാറാത്ത, നല്ല ചുറുചുറുക്കോടെ തടിമാടനായി നടന്ന ആ മകൻ വിട്ടുമാറാത്ത, മരുന്നുകൾ ഫലിക്കാത്ത രോഗത്തിന് അടിമയായി വലിയ തകർച്ച. അപ്പോൾ വീടിൻ്റെ കുഴപ്പമാണോ എന്ന് അവൻ അമ്മയോട് ചോദിക്കുക. അമ്മയുടെ ഇപ്പോൾ ലോഹ്യത്തിലാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ പറഞ്ഞ കാര്യം ഇതാണ്, ഇതാ അമ്മയുടെ ആ കണ്ണുനീര്, അമ്മയെ വഞ്ചിച്ച് പറ്റിച്ച് സ്വന്തമാക്കിയ മുതൽ അവന് വേറെ ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ ആ വഞ്ചിച്ച് പറ്റിച്ചെടുത്തതിൽ കെട്ടിടം പണിതുയർത്തി. ഇന്ന് അതിൽ കിടക്കാനായിട്ട് പറ്റുന്നില്ല. മറ്റ് സഹോദരങ്ങളെ, കയ്യൂക്കൊള്ളവൻ കാര്യക്കാരനെന്ന പോലെ എല്ലാവർക്കും അവകാശപ്പെട്ടത് സ്വാർത്ഥത നിമിത്തം അമ്മയെ കൊണ്ട് ഒപ്പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല, അമ്മയുടെ ജീവിതകാലത്ത് തന്നെ അമ്മയെ കൊന്നതിന് തുല്യമല്ലേ അത് പിടിച്ചു പറിച്ച് മേടിച്ചെടുത്ത്. ഇനി അങ്ങനെ എടുക്കണമെങ്കിൽ അമ്മയുടെ കാലം വരെയെങ്കിലും ക്ഷമിക്കാൻ പറ്റില്ല. ഇന്ന് പല കുടുംബങ്ങളിലും നുറുങ്ങുന്ന മാതാപിതാക്കൾ, അവരുടെ കണ്ണുനീർ മുത്തുകൾ വീണ് അത് മക്കൾക്ക് എതിർ സാക്ഷ്യങ്ങളായി തീരുന്നുണ്ട്. വിധവകളായ അമ്മ, വിധവയായ അപ്പൻ, അല്ലെങ്കിൽ പ്രായം അധികം വന്ന മാതാപിതാക്കൾ ചാവുമ്പോൾ കൊണ്ടുപോകുമോ, കെട്ടിവെച്ചുകൊണ്ട് ഇരിക്കണേണ്, തലക്ക വെച്ചുകൊണ്ട് ഇരുന്നോ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊന്നും പൊറുക്കപ്പെടാത്ത പാപങ്ങളാണെന്ന് ഓർക്കണം. ഇതുപോലെ നിരപരാധിയായ പല മാതാപിതാക്കളുടെയും കണ്ണുനീരുകൾ കാണാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതാ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇരുട്ട് മായണമെങ്കിൽ പ്രാക്കത്തുന്ന വർത്തമാനങ്ങൾ, ശാപവാക്കുകൾ, മറ്റുള്ളവരെ നൊമ്പരപ്പെടുത്തലുകൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണം. അവയ്ക്ക് പരിഹാരം ചെയ്ത് ജീവിക്കണം. അർഹതപ്പെടാത്ത മുതലോ സ്വത്തോ വസ്തുവകളോ കുടുംബത്ത് വന്നു കിടന്നാൽ അവിടെ കിടന്ന് അത് തിരിയും. നമ്മുടെ വെളിച്ചം മാത്രമല്ല, കുടുംബത്തിന് പോലും അത് വിൽപ്പന നടത്തിയാൽ വാങ്ങുന്നവർക്ക് പോലും ദ്രോഹകരമായി തീരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സഖറിയ 5:3-4 വാക്യത്തിൽ പറയുന്നുണ്ട്, ശാപത്തിൻ്റെ ചുരുൾ. അങ്ങനെ ഒരെണ്ണമുണ്ടോ ബൈബിളിലുണ്ട്. അത് കള്ളൻ്റെയും കൊള്ളക്കാരൻ്റെയും ഭവനത്തിലേക്ക് കടന്നു വരും. വയറിന് വേദന വന്ന് ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ അവസാനം പൊറുക്കാതെയായി വേറൊരു ആശുപത്രിയിൽ പോയി. അവർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ടതല്ലായിരുന്നു, ഓപ്പറേഷൻ ചെയ്തുകൊണ്ടാണ് പറ്റിയത്. വീണ്ടും അവർ
ഈ ഓപ്പറേഷൻ കണ്ട് അവരും ഓപ്പറേഷൻ ചെയ്തു. അവസാനം മലമൂത്ര വിസർജനം സാധാരണഗതിയിലൊന്നും നടക്കുന്നില്ല. ഇങ്ങനെ കവറൊക്കെ കെട്ടി ഓപ്പറേഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. വയറിൻ്റെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ രോഗിയെ പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു ഗവൺമെൻറ് ഓഫീസിൽ താഴെക്കിട ജോലിയിലുള്ള ആളാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ കൈക്കൂലി മേടിക്കുന്ന ഒരു ജോലിയാണ്. കൈക്കൂലി വല്ലതും മേടിച്ചിട്ടുണ്ടോ എന്ന് അന്ന് നിഷ്പക്ഷമായിട്ട് ചോദിച്ചപ്പോൾ അത് അവരുടെ ജോലിയിലുള്ളത്, അത് മേടിക്കാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, ഈ രജിസ്റ്റർ ഓഫീസ് പോലെയുള്ള വലിയ ഈ സ്ഥാപനത്തിൽ ജോലിയെടുത്ത് ആ മനുഷ്യൻ മരിച്ചുപോയി. ഇയാളിലൂടെയാണ് ഉന്നതരിലേക്കുള്ള കൈക്കൂലികൾ പോലും മനസ്സുനൊന്ത് പലവരും തങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ ശരിയാക്കി കിട്ടുന്നതിന് വേണ്ടി സർക്കാർ ശമ്പളം മേടിക്കുന്ന വലിയ തുകകൾ വാങ്ങുന്ന അവർക്ക് പോലും കൈമാറാനും ഇയാൾക്ക് വേണ്ടിയും അതിൻ്റെ ദല്ലാളായി നിന്ന് ധാരാളം കൈക്കൂലി പ്രാക്ക് കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന അവസ്ഥകൾ, ചികിത്സിച്ചിട്ടും കുളമായി കിടക്കുന്ന ആശുപത്രിക്കാരെ തമ്മിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥകൾക്ക് കാരണം നിരപരാധികളുടെ എതിർ സാക്ഷ്യവും കണ്ണുനീരുമല്ലേ എന്ന് ചിന്തിച്ചു പോകുന്ന അവസ്ഥ. നമ്മുടെ ജീവിതത്തിലെ പ്രകാശത്തെ അന്ധകാരമാക്കി മാറ്റുന്ന തരത്തിലെ നിരപരാധികളുടെ കണ്ണുനീരും അർഹതപ്പെടാത്ത വരുമാന മാർഗങ്ങൾ, കൈക്കൂലി, കരിഞ്ചന്ത, കള്ളത്രാസ്. ഒരിടവപ്പള്ളി ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് വികാരി അച്ഛൻ ഒരു കൈക്കാരൻ്റെ കൂടെ ഒരാളെ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു വിട്ടു. അപ്പോഴാണ് പുള്ളിയുടെ ബിസിനസ് നടത്തുന്ന മനുഷ്യൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ മായം ചേർക്കൽ വല്ലതും ഉണ്ട്? ഇല്ല, മായമൊന്നും ചേർക്കില്ല, പക്ഷേ ചാക്ക് കണക്കിന് റെഡ് ഓക്സൈഡ് പോലെ കറുത്ത ആ പൊടി അവിടെ അട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നെ കൊണ്ടുപോയ മനുഷ്യൻ പറഞ്ഞു, ഇതിട്ട് തിരുമിയാണ് 10 കിലോ ഉള്ള കൊടംപുളി 20 കിലോ 30 കിലോ ആക്കിയെടുക്കും. നിറയില്ലെങ്കിൽ ആൾക്കാർ മേടിക്കത്തില്ല. ഇവരുടെ ബിസിനസ്സിൽ ചേർക്കാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് ഈ സിറ്റ് ഔട്ടിൽ അട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാ, ഈ ഉണക്കാനിട്ടിരുന്ന പുളി മുകളിൽ നിന്ന് മഴ വരുന്നത് കണ്ട് ചാക്കിലാക്കി താഴേക്ക് വേഗം വാരി താഴേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ചാക്കിൻ്റെ ഒപ്പം ഈ മനുഷ്യനും താഴേക്ക് ഒരു ചാക്ക് ഇറക്കിയപ്പോൾ ആ ചാക്കിൻ്റെ കൂടെ തലയും കുത്തി താഴേക്ക് വന്ന് സ്പൈനൽ കോഡ് തകർന്ന് കിടക്കുന്ന അവസ്ഥ. ഇതാ ഇന്ന് അൾസറും ക്യാൻസറും പേര് പറയാൻ പറ്റാത്ത രോഗങ്ങളും കൃത്രിമമായ കളറുകളും നിരോധിതമായ രാസവസ്തുക്കളൊക്കെ ഭക്ഷണപദാർത്ഥങ്ങളിലൂടെ എത്തിച്ചേർന്ന് എത്രയോ നിരപരാധികൾ പോലും രോഗികളായി അല്ലെങ്കിൽ പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ അതിൻ്റെ അവരുടെ കണ്ണുനീരാണോ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കടത്തിക്കൊണ്ടുവന്നതെന്ന് ഓർക്കുകയാണ്. അപ്പോൾ ഒറിജിനാലിറ്റി കിട്ടാൻ, നിറം കിട്ടാൻ വേണ്ടി ഇതാ ഈ കെമിക്കൽ ചേർത്ത് തിരുമിയ പുളിയാണ് നമ്മുടെയൊക്കെ മീൻ കറിയിലൊക്കെ കൊണ്ടുവന്നിടുമ്പോൾ രുചികരമായി നമ്മൾ ഭക്ഷണം ഇറക്കി വിടുമ്പോൾ ഉള്ളിൽ പോയി രോഗാവസ്ഥകളായി അല്ലെങ്കിൽ കുടലൊക്കെ തുളയുന്ന അൾസറും ക്യാൻസറും ഒക്കെ അല്ലെങ്കിൽ മലമൂത്ര സംബന്ധമായ മാറാരോഗങ്ങളും കിഡ്നി രോഗികളായി മാറുമ്പോൾ ഇതുകൊണ്ടുണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് എങ്ങനെ പ്രകാശം, എങ്ങനെ സമാധാനം കുടുംബത്ത് കിട്ടും? ചിന്തിക്കണം. സങ്കീർത്തനം 121:7-8 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല, നിന്റെ സകല വ്യാപാരങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കും. ഇതാ പകലുള്ള കാര്യമായാലും രാത്രിയുള്ള കാര്യമായാലും മാന്യവും മര്യാദയുമായിട്ട് ചെയ്യുമ്പോൾ, ചിലർക്കൊക്കെ ഇരുട്ടത്തിരിക്കാനാണ് ഇഷ്ടം, രാത്രി സഞ്ചാരമാണ് ഇന്ന് കൂടുതൽ. ഇന്ന് ലഹരിയുടെ ബന്ധനങ്ങൾ നമ്മുടെ കേരളത്തെ ആകമാനം വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രി സഞ്ചാരങ്ങൾ പിള്ളേർക്ക് ചെറുപ്പക്കാർക്ക് കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ പലതും രാത്രിയെ പകലാക്കിയും പകലിനെ രാത്രിയാക്കിയും മാറ്റുന്നു. ഇത് വലിയ തകർച്ചയിലേക്ക് സമൂഹത്തെ കടത്തിക്കൊണ്ടുവരുന്നതായിട്ട് ഇന്നത്തെ വാർത്തകളിലൂടെ അപ്പൻ അടിച്ചു കൊല്ലുന്നു, അമ്മേനെ അടിച്ചു കൊല്ലുന്നു, വീട്ടിലുള്ളവരെ ജീവനോടെ കുഴിച്ചു മൂടുന്നു, അല്ലെങ്കിൽ ലഹരിക്ക് വേണ്ടി പണം കിട്ടാൻ എന്തും ചെയ്യും, ഏത് ബിസിനസ്സും ചെയ്യും, അവസാനം അതിൻ്റെ കച്ചവടക്കാരായി മാറുന്നു. ജയിലുകളൊക്കെ തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ആലുവ സബ് ജയിലിൽ ഒരു ക്ലാസ് കൊടുക്കാനായിട്ട് പോയപ്പോൾ അവരെന്നോട് പറഞ്ഞ കാര്യം ഇത്, 60-70 പേര് ഏറിയാൽ കിടക്കാനുള്ള സ്ഥലത്ത് ഇന്ന് 120-130 പേര് കൊണ്ട് ജയിലിൽ നിറഞ്ഞു കിടക്കുക. സ്ഥലമില്ല സാറേ. ഇതുപോലെ ഓരോ ജയിലിലും തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുന്ന യുവജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. അതുകൊണ്ട് പ്രകാശത്തെ വെറുത്തുകൊണ്ട് ഇരുട്ടിലുള്ള സഞ്ചാരവും ഇരുട്ടിനോടുള്ള പ്രിയവും ഇരുട്ടിൻ്റെ പ്രവൃത്തികളുമല്ലേ ഇന്ന് ഈ സമൂഹത്തെ തകർത്ത് കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചാൽ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ ഉപേക്ഷിച്ച് മാനസാന്തരത്തിൻ്റെ വഴിയിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രത്യേകിച്ച് നോയമ്പ് കാലത്തിലൂടെ
പോലെ കടന്നു പോകുമ്പോൾ നമ്മളെ തന്നെ ആത്മശോധന ചെയ്ത് നമ്മളിലൂടെ മൂലമായിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന ഈ ഇരുട്ടിൻ്റെ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ചുകൊണ്ട് പ്രകാശത്തിൻ്റെ വാഹകരായി, പ്രകാശത്തിൻ്റെ ദൂതരായി, ലൂസിഫർ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം പ്രകാശവാഹകൻ എന്നാണ്. എന്നാൽ പ്രകാശവാഹകൻ എങ്ങനെ ഇരുട്ടിലായിപ്പോയി? അതായത് ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിച്ചിരുന്ന പ്രകാശവാഹകനായ ലൂസിഫർ എന്ന ആ ദൂതൻ അന്ധകാരത്തിൻ്റെ അനുസരണക്കേടിൻ്റെ ബന്ധനത്തിൽ അടിപ്പെട്ട് പുറന്തള്ളപ്പെട്ട് നരക സാത്താനായി ലൂസിഫറായി മാറിയത് ദൈവകൃപ ഉപേക്ഷിച്ചപ്പോൾ, വെളിച്ചത്തേക്കാൾ അന്ധകാരത്തെ ഇഷ്ടപ്പെട്ടപ്പോൾ, അന്ധകാരത്തെ അനുസരിച്ചപ്പോഴാണ്. വീണ്ടും യെശയ്യാ 58:8 പറയുന്നുണ്ട്, അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും. എപ്പോൾ? ഇതാ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ. ഈ വെളിച്ചം കയറാൻ എന്ത് ചെയ്യണം? ഒന്നുകിൽ ലൈറ്റ് ഇടണം, അല്ലെങ്കിൽ ജനലും വാതിലും തുറന്നിടണം. ഇരുട്ടിനെ വഴക്ക് പറഞ്ഞതുകൊണ്ടോ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത് കൊണ്ടോ കാര്യമില്ല. ജനലും വാതിലും തുറന്നിടണം, അല്ലെങ്കിൽ ലൈറ്റ് ഇടണം. ഇതാ കൂട്ടുകാരോടൊപ്പം സംസാരിച്ചിരുന്ന് സമയം വൈകിപ്പോയതറിയാതെ ഒരു അന്ധൻ അവസാനം കൂട്ടുകാരയാൾക്ക് ഒരു വിളക്ക് തെളിച്ചു കൊടുത്തു. അയാൾ പറഞ്ഞു, ഞാനൊരു അന്ധനാ, എന്തിനാ എനിക്ക് വിളക്ക് തെളിച്ചു തരുന്നത് എന്ന്. അവർ പറഞ്ഞു, ഇത് നിനക്ക് വേണ്ടിയല്ല, എതിരെ വരുന്നവർ നിന്നെ കണ്ട് തട്ടി വീഴാതിരിക്കാനും ഒഴിഞ്ഞു മാറാനും വേണ്ടിയാണ് നീ വിളക്ക് കത്തിച്ചു പിടിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനെ കത്തിച്ച വിളക്കുമായി മുന്നോട്ട് പോയ അയാളെ ഏറെ ദൂരം കടന്നു പോയപ്പോൾ ആരോ വന്ന് ആ ഇരുട്ടിൽ തട്ടി, രണ്ടുപേരും കൂടെ മറിഞ്ഞു വീണു. അപ്പോൾ അന്ധൻ ചോദിച്ചു, എന്താണ് ഈ കാണിച്ചത്? ഈ വിളക്ക് തെളിച്ചു പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ എന്ന്. അപ്പോൾ എതിരെ വന്ന തട്ടി വീണ അയാൾ പറഞ്ഞു, വിളക്കോ? എവിടെ വിളക്ക്? അപ്പോൾ പറഞ്ഞു, നിന്റെ കയ്യിൽ വിളക്കുണ്ട്, പക്ഷേ എപ്പോഴോ അണഞ്ഞു പോയിരുന്നു. അന്ധനായതുകൊണ്ട് തൻ്റെ കയ്യിലുള്ള വിളക്ക് യാത്രയ്ക്കിടയിൽ അണഞ്ഞു പോയത് അയാൾ അറിഞ്ഞില്ല. സ്നേഹമുള്ളവരെ, നമ്മളിലെ വെളിച്ചം എപ്പോഴോ ഈ ജീവിതയാത്രയിൽ, ജീവിത സായാഹ്നത്തിൽ എപ്പോഴോ നഷ്ടപ്പെട്ടു പോയോ? പണ്ടുണ്ടായ പ്രകാശവും പുഞ്ചിരിയും ഉന്മേഷവും പ്രാർത്ഥനാരൂപിയും കുടുംബ പ്രാർത്ഥനയും കൂദാശ സ്വീകരണവും എല്ലാം നമുക്ക് അന്യം നിന്ന് പോയോ? എല്ലാം ഓൺലൈൻ ഓർഡർ, ഓൺലൈൻ പ്രാർത്ഥന, ഓൺലൈൻ കുർബാന കൊണ്ട് അവസാനിപ്പിക്കുന്ന അവസ്ഥയാണോ? ജീവിതത്തിലേക്ക് കടന്നു പോവാ. അടുത്തുള്ളവരെ കാണാതെ അകലെയുള്ളവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന സോഷ്യൽ മീഡിയയുടെയും മൊബൈൽ ഫോണിൻ്റെ എല്ലാം ഉപയോഗം വർദ്ധിച്ച് ഇന്ന് ബന്ധങ്ങൾ അന്യം നിന്ന് പോയിരിക്കുന്നു. അടുത്തുള്ളവരോട് സംസാരിക്കാൻ, വീട്ടിലുള്ളവരോടും കൂടെയുള്ളവരോടും സംസാരിക്കുന്നതിലുപരി വഴിവിട്ട തെറ്റായ ഉപയോഗങ്ങൾ മൂലം ഇതാ പണം, ഓൺലൈൻ തട്ടിപ്പുകൾക്കിരയാകുക, അതിമോഹം മൂത്ത്, അതുപോലെ തെറ്റായ ചാറ്റിങ്ങും ചീറ്റിങ്ങും തെറ്റായ ബന്ധങ്ങളിലൂടെ ചൂഷണം ചെയ്യപ്പെടുകയും നശിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ എവിടെ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ടോ അവിടേക്ക് തിരിച്ചു വരിക. അന്യം നിന്ന് പോകുന്ന ബന്ധങ്ങൾ ഇതാ വീണ്ടെടുക്കുവാനായിട്ട് ഒന്ന് ചിരിക്കാൻ, സുഖമാണോ എന്ന് ചോദിക്കാൻ, നല്ലത് കാണാൻ, നല്ലത് പറയാൻ നമുക്ക് പരിശീലിക്കാം. അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും. ഈ ഇരുട്ട് എപ്പോഴൊക്കെയോ നമ്മളെ രോഗികളാക്കി മാറ്റി, നമ്മുടെ സ്വസ്ഥതകൾ നഷ്ടപ്പെടുത്തി, ജീവിതത്തിന് സന്തോഷമില്ല. അതുകൊണ്ട് വചനം പറയുന്നു, വേഗം നീ സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും. യെശയ്യാ 58:8 വചനം. അഗ്നിസ്തംഭമായും മേഘസ്തംഭമായും ഇസ്രായേൽ ജനത്തെ ശത്രുവിൻ്റെ ആധിപത്യം, ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന് പറഞ്ഞ് മോചിപ്പിച്ച കർത്താവ് അഗ്നിസ്തംഭമായും മേഘസ്തംഭമായും അവരെ നയിച്ചതുപോലെ മകളെ നീ ഒന്ന് ഉൾക്കണ്ണു തുറന്നാൽ, ഒന്ന് വിട്ടുകൊടുത്താൽ, ദൈവവുമായിട്ട് സഹകരിച്ചാൽ ആ വെളിച്ചം എന്നിലും നിങ്ങളിലും നമ്മുടെ കുടുംബത്തിലും കടന്നു വരും. അങ്ങനെ പ്രകാശവാഹകരായി, പ്രകാശത്തിൻ്റെ ദൂതന്മാരായി, പ്രകാശത്തിൻ്റെ മക്കളായി, ലോകത്തിൻ്റെ പ്രകാശമായി തീരാൻ നമുക്ക് സാധിക്കും.
പ്രാപിക്കും. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 19-20 വാക്യം, പകൽ സൂര്യനായിരിക്കുകയില്ല, ഇനി നിനക്ക് പ്രകാശം തരിക, നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല, പ്രശോഭിക്കുന്നത് കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം. ഇന്ന് ജീവിത പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ നട്ടം തിരിയുന്ന നമുക്ക് ഇതാ പകൽ ഉള്ളതോ രാത്രി ഉള്ളതോ കൂടെയുള്ളവരിലോ ദൈവത്തേക്കാൾ പ്രകാശവും ദൈവത്തേക്കാൾ സ്ഥാനം. ഇങ്ങനെ പറയാറുണ്ട്, സൂര്യപ്രകാശമുള്ളപ്പോൾ മെഴുകുതിരി വെട്ടത്തിന് വേണ്ടി നട്ടം തിരിയുന്നത് പോലെ മെഴുകുതിരി വെട്ടത്തിന് വേണ്ടി കരയുന്നവരെ പോലെയാകരുത് എന്ന്. അതുപോലെ കർത്താവ് കൂടെ ഉള്ളപ്പോൾ ഇതാ പകൽ സൂര്യനായിരിക്കുകയില്ല, ഇനി നിനക്ക് പ്രകാശം തരിക, നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല, പ്രശോഭിക്കുന്നത്. അത് ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നാലും പ്രതികൂലമോ അനുകൂലമോ ആകട്ടെ, കർത്താവിൽ ആശ്രയിക്കുക. കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം. നിത്യപ്രകാശമേ നയിച്ചാലും, ഗാനത്തിൻ്റെ വരികൾ ഓർമ്മ വരികയാണ്. കർത്താവ് നിത്യപ്രകാശമാണ്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. യോഹന്നാൻ 8:12 വചനം മറന്നു പോകരുത്. വീണ്ടും യെശയ്യാ 60:19-20, കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം, നിന്റെ ദൈവമായിരിക്കും നിന്റെ മഹത്വം. നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറയുകയില്ല. കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും. നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, സങ്കീർത്തനം 27:1 പറയുന്നുണ്ട്, കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവായ യേശുവേ, ഈ പ്രോഗ്രാം കാണുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ ഏറെ നാളുകളായി ഇരുട്ടിൽ തപ്പിത്തടയുന്ന അവസ്ഥയിലാണ്. എതിരാളികളും ശത്രുക്കളും ദുരാരോപണങ്ങളുമായി ആക്രമിക്കുന്ന അവസ്ഥകൾ, കർത്താവെ, ദുർദിനങ്ങളെന്ന് പറഞ്ഞ് ജീവിതം തള്ളി നീക്കുന്ന അവസ്ഥകൾ, രോഗത്തിൽ തപ്പിത്തടയുന്ന അവസ്ഥകൾ, ചെയ്യുന്ന പ്രവർത്തനങ്ങളിലും ശുശ്രൂഷകളിലും വളർച്ചയില്ല, ഫലമില്ല, കുറ്റം പറച്ചിൽ, എതിർപ്പുകൾ, അവഗണന, ഇന്ന വചനങ്ങൾ, എല്ലാവരോടും വിരോധം, ആരെയും വിശ്വാസമില്ലാത്ത അവസ്ഥ, ദൈവികമായ അടുപ്പമില്ലാത്ത അവസ്ഥ. ഓ യേശുനാഥ, ലോകത്തിൻ്റെ പ്രകാശമായ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ ബുദ്ധിയിലേക്ക്, മനസ്സിലേക്ക്, ജീവനിലേക്ക് കടന്നു വന്ന് കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണെന്നുള്ള ഈ വചനം മുറുകെ പിടിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സങ്കീർത്തനം 27:1 മുതൽ 6 വരെ വാക്യങ്ങൾ, മത്തായി 5:14, യോഹന്നാൻ 8:12, ഈ വചനങ്ങൾ നമുക്ക് ആവർത്തിച്ച് വലിയ വെളിച്ചം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഭയങ്കര ഇരുട്ടാണ്. ഈ വീട്ടിലേക്ക് വന്നാൽ ഒരു സ്വസ്ഥതയില്ല, എന്തു ചെയ്താലും ഒരു അഭിഷേകമില്ല, ആത്മീയ ജീവിതത്തിൽ പുരോഗതിയില്ല. അങ്ങനെ പറയുന്നവർ ഇന്ന് മുതൽ ക്ഷമിച്ച് ക്ഷമ കൊടുത്ത് തിരക്തം കൊണ്ട് കഴുകി പ്രകാശം 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 പ്രകാശം. ഇതാ ശത്രുക്കൾക്ക്, എതിരാളികൾക്ക് നിങ്ങളുടെ മുഖത്ത് പോലും ഫേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ ദൈവം രൂപാന്തരപ്പെടുത്തും. ശത്രു മിത്രമായി മാറും. ദൈവത്തെ കണ്ട മോശയുടെ മുഖം പ്രകാശിതമായതുപോലെ കറുപ്പോ വെളുപ്പോ എങ്ങനെയും ആകട്ടെ, വലിയ തേജസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം. ഹാലേലൂയ, ഹാലേലൂയ. കർത്താവ്, ഈ രോഗക്കിടക്കയിൽ കിടക്കുന്ന രോഗി ദൈവാത്മാവിനാൽ നിറയപ്പെട്ട് ജീവിതം മുഴുവൻ ഇരുട്ട് കയറിയതുപോലെയുള്ള അവസ്ഥകൾ, ബിസിനസ് തകർന്ന അവസ്ഥകൾ, മക്കളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ തകർന്നു പോയ അവസ്ഥകൾ, ബന്ധുക്കൾ ശത്രുക്കളായി തീർന്ന അവസ്ഥകൾ, ഒട്ടും വിചാരിക്കാത്ത പ്രശ്നങ്ങൾ കടലല പോലെ, ഇരുട്ടിൻ്റെ അലകൾ പോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, നീതി സൂര്യനായ യേശുവേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങയിൽ ആശ്രയിക്കാതെ കർത്താവെ, ഞങ്ങൾ പകലിലും രാത്രിയിലും ലോകത്തിലും വ്യക്തികളിലും ഞങ്ങൾക്ക് സഹായം തരുന്നവരിലും സഹായിച്ചവരിലെല്ലാം ആശ്രയിച്ചു പോയി. ഫലമോ ഇതാ പകലും രാത്രിയും സ്വസ്ഥതയില്ല, സമാധാനമില്ല, സൗഖ്യമില്ല. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. ഷിയാലികാരിയ, ദൈവശക്തിയുടെ അഭിഷേകം ഉണ്ടാകട്ടെ. ശുശ്രൂഷകളോട് വിരോധമുള്ളവരും എതിർക്കുന്നവരും മാനസാന്തരമില്ലാത്തവർക്ക് വേണ്ടി കർത്താവ്, ഈ നിമിഷം മുതൽ ദൈവ തേജസ്, യേശുവിൻ്റെ ചൈതന്യം, പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം ഇവരിൽ നിറയട്ടെ. ഗർഭസ്ഥ ശിശുവിലേക്ക് കടന്നു വരട്ടെ. കഠിന പാപിയിലേക്കും ജയിലറയിൽ കഴിയുന്നവരിലേക്കും, വ്യഭിചാരം, മദ്യശാലകൾ, തെറ്റായ കൂട്ടുകെട്ടുകൾ, ലഹരിയുടെ ബന്ധനങ്ങളെ അടിപ്പെട്ടവരിലേക്ക് ഇപ്പോൾ ഈ വ്യക്തികൾ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ അവരിലേക്ക് യേശുവിൻ്റെ വെളിച്ചം കടന്നു വരട്ടെ. കുടുംബങ്ങളിൽ മാനസാന്തരം ഉണ്ടാകട്ടെ. കുടുംബാംഗങ്ങൾ വിശുദ്ധിയിലേക്ക് കടന്നു വരട്ടെ. ആരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരെല്ലാം യേശുവിൻ്റെ പ്രകാശത്താൽ നിറയപ്പെടട്ടെ. ഞങ്ങളുടെ വിരോധികളും അനുകൂലികളും കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും അയൽവാസികളും എല്ലാം ദൈവസ്നേഹമേ, പരിശുദ്ധാത്മാവേ,
പരിശുദ്ധാത്മാവേ, ലോകത്തിൻ്റെ പ്രകാശമേ അവരിലെല്ലാം വന്ന് നിറയണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നാമത്തിൽ നിരാശ മാറിപ്പോകട്ടെ, ഈ കൂരിരുട്ട് മാറിപ്പോകട്ടെ, വെറുപ്പ് മാറിപ്പോകട്ടെ, മടുപ്പ് മാറിപ്പോകട്ടെ. യേശു നാമത്തിൽ പ്രത്യാശയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ചിന്തകൾ മാറിപ്പോകട്ടെ, വിശ്വാസ അഭിവൃദ്ധി ഉണ്ടാകട്ടെ. നന്ദി, നന്ദി, നന്ദി. മാറുന്നതായിട്ട് കണ്ട് പ്രാർത്ഥിച്ച് വലിയ പ്രകാശം നിങ്ങളുടെ മുറിയിൽ, നിങ്ങളുടെ ഭവനത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, മാതാവേ, ദൈവകുമാരൻ്റെ തിരുജനനി, സകല വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞങ്ങളുടെ കാവൽ മാലാകമാരെ ദൈവഹിതം പോലെ നയിക്കുകയും ഭരിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അതുകൊണ്ട് ഇനി മുതൽ കുറച്ചും കൂടെ സന്തോഷത്തോടെ, കുറച്ചും കൂടെ മുഖപ്രകാശത്തോടെ നമുക്ക് നടക്കാം. നമ്മളെ കാണുന്നവരപ്പോൾ ചോദിക്കും, എന്ത് വചനമോ കേട്ടത്, എന്ത് പ്രാർത്ഥനയാണ് ചൊല്ലിയത്, അല്ലെങ്കിൽ എവിടെയാ പോയത്, എന്താ ഉണ്ടായത്? ഇപ്പം നല്ല മാറ്റം ഉണ്ടല്ലോ, നല്ല തെളിച്ചമുണ്ടല്ലോ മുഖത്തൊക്കെ, ആ വിഷമമൊക്കെ മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് സാക്ഷ്യപ്പെടുത്താൻ, യേശുവിൻ്റെ സാക്ഷികളായി, ഉപകരണങ്ങളായി മാറാനുള്ള അവസരങ്ങളായി അത് മാറും. ഒരു ദിവസമുള്ളൂ, ഒരു ജീവിതമുള്ളൂ. എന്തോരം നീണ്ടുവെക്കൊന്നും നമുക്ക് ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ സന്തോഷത്തോടെ, പ്രകാശത്തോടെ, ഉന്മേഷത്തോടെ നടക്കാം. സാഹചര്യങ്ങൾ മുഴുവൻ മാറിയിട്ട് ആർക്കും പ്രകാശത്തോടെ സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് പറ്റത്തില്ല. വെള്ളമുയരുമ്പോൾ വള്ളം ഉയർന്നാൽ മതി. വെള്ളം വള്ളത്തിൻ്റെ അകത്തല്ല, വള്ളത്തിൻ്റെ പുറത്താണേ കുഴപ്പമില്ല. ഇതുപോലെ കപ്പലുണ്ടാക്കിയിരിക്കുന്നത് കെട്ടിയിടാനല്ല. തീരത്ത് നങ്കൂരമിട്ടിരിക്കുമ്പോൾ അത് സുരക്ഷിതമാണ്. പക്ഷെ അത് മൈലുകൾ താണ്ടി, ദൂരങ്ങൾ താണ്ടി, ലക്ഷ്യങ്ങൾ പിന്നിടുമ്പോൾ, തുറമുഖങ്ങൾ പിന്നിടുമ്പോൾ അതിൻ്റെ ആ ലക്ഷ്യം, ജീവിതം സഫലമാകുകയാണ്. വാച്ചുണ്ടാക്കിയിരിക്കുന്നത് സമയം കാണിക്കാനാണ്, അത് കൃത്യമായിട്ട് കാണിക്കണം. ഇതുപോലെ നമ്മളെക്കുറിച്ചുള്ള ദൈവീക പദ്ധതികൾ ഇതാ നമ്മുടെ പ്രകാശം നിറഞ്ഞ സത്യസന്ധമായ വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ പ്രതിഫലിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. പ്രൈസ്